വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ് കൂടി ഒരു വിഷയം കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഡോക്ടർ വന്ദന, നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും നോവാണ്. വന്ദനയുടെ മരണത്തിൽ അന്വേഷണം CBIക്ക് നൽകണമെന്ന കുടുംബത്തിൻ്റെ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. സർക്കാർ ഈ വിഷയത്തിൽ എന്താണ് കോടതിയിൽ നിലപാട് പറഞ്ഞത്? എന്താണ് സമഗ്രമായ വിവരങ്ങൾ? ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച വന്ദനാദാസിന്റെ അച്ഛൻ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. പ്രധാനമായും CBI ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എന്നാൽ സർക്കാർ കോടതിയിൽ അറിയിച്ച നിലപാട് നിലവിൽ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വന്ദനയുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് അവരെ കേൾക്കുവാനും ഒപ്പം തന്നെ അവരുടെ ആവശ്യപ്രകാരമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുവാനും സർക്കാർ ഒരുക്കമാണ്. അത്തരത്തിൽ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് എന്തായാലും ഹൈക്കോടതി ഈ ഒരു കേസിൽ വിധി പറയുക. ഒപ്പം തന്നെ പ്രതിയായിട്ടുള്ള സന്ദീപിൻ്റെ ജാമ്യ ഹർജിയിലും ഇന്ന് വിധി പറയും. 2023 മെയ് 10 ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു പുലർച്ചെ ഡ്യൂട്ടിക്കിടെ ഹൗസ് സർജനായ ഡോക്ടർ വന്ദനാദാസ് ഹൗസ് സർജനായി ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ രാവിലെ വൈദ്യപരിശോധനയ്ക്കായി എത്തിയ പ്രതി അക്രമാസക്തനായി ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിൽ കേരള സമൂഹം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു വന്ദനാദാസിന്റെ ഒരു കൊലപാതകം എന്ന് പറയുന്നത്. ഈ കൊലപാതകം സംഭവിച്ച ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഏതാണ്ട് 83ാമത്തെ ദിവസം പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 1050 പേജുകളുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇതിൽ വ്യക്തമായി പറയുന്ന കാര്യം, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി സന്ദീപ് ഈ ഒരു കൊലപാതകം നടത്തിയത്. അല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം തന്നെ ഇയാൾ ഈ ആശുപത്രിയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ദൃക്സാക്ഷിമൊഴികൾ, കൊലപ്പെടുത്തുന്നത് കണ്ടതായിട്ടുള്ള ദൃക്സാക്ഷിമൊഴികൾ, ഒപ്പം തന്നെ ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഡോക്ടർ വന്ദനാദാസിന്റെ രക്തക്കറകൾ കണ്ടെടുത്തിരിക്കുന്നു. അത്തരത്തിൽ ഈ കേസിനെ അല്ലെങ്കിൽ കുറ്റത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും സമർപ്പിച്ചുകൊണ്ടാണ് പോലീസ് അത്തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിചാരണയൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് വീണ്ടും ഈ ഒരു കേസ് അല്ലെങ്കിൽ ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനെടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ന് CBIക്ക് വിടണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതി എന്ത് നിലപാട് എടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കാത്തിരിക്കാം എന്താണ് കോടതി സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന്. ഏതായാലും നമ്മൾ ഏറെ വിഷമത്തോടെ ഏറെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയായിരുന്നു വന്ദനാദാസിന്റെ കൊലപാതകം, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. ആ വിഷയത്തിൽ ഒട്ടും അലംഭാവം കാണിക്കാതെ സർക്കാർ നടപടികൾ സ്വീകരിച്ചു. പോലീസ് അന്വേഷണം നടത്തി. പ്രതിയെ കൃത്യമായി പൂട്ടുന്ന രീതിയിലുള്ള അന്വേഷണം തന്നെയാണ്. തെളിവുകളടക്കമുള്ള കുറ്റപത്രമടക്കമാണ് സമർപ്പിച്ചത്. പക്ഷേ കുടുംബം അതിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.